ജെയിംസ് സാർ പറഞ്ഞു ട്രംപ് എന്തും ചെയ്യുമെന്ന് പറയും എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അവിടെ കോടതി ഇടപെട്ടു, അത് 10% ആക്കാൻ പറഞ്ഞു. ഓക്കെ, 10%. ട്രംപിന് തോന്നി അത് 15 ആക്കിയേക്കാം, നാളെ തോന്നുന്നു 20 ആക്കാം, അല്ലെങ്കിൽ പിന്നെ തോന്നുന്നു 30 ആക്കാന്നൊക്കെ തോന്നും. അതൊക്കെ ഇപ്പം മറ്റു രാജ്യങ്ങൾക്ക് അടിച്ചേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു നിശ്ചയവിൽ ഒന്നിനും എന്ന് പറഞ്ഞ മട്ടാണ്. അതുപോലെയാണ് ഇസ്രായേലിന്റെ കാര്യം. അവിടെ ലെബനോനിൽ പോയി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു, ഇസ്രായേൽ അവിടെ പലസ്തീനിൽ പിന്നെയും ലംഘിക്കുന്നു. സ്ഥിരതയില്ലാത്ത നേതാക്കളുടെ കാലത്ത് നമുക്ക് ജീവിക്കേണ്ടി വരുന്നുണ്ട്. ജെയിംസ് ഹാഷ്മി, ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ, ഇന്റർനാഷണൽ ലോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നയതന്ത്രം എന്നൊക്കെ പറയുന്നത് വളരെ കാൽക്കുലേറ്റഡ് ആൻഡ് പ്രോട്ടോകോൾ ഒക്കെ ഉള്ളതാണ്. പക്ഷെ ട്രംപിന് ഇതൊന്നും ബാധകമല്ല, ഇസ്രായേലിന് ബാധകമല്ല. ഒരു കൂട്ടർ മാത്രം കൈവിട്ട കളികൾക്ക് തയ്യാറാവുന്നു. ഇപ്പൊ ഇസ്രായേല് ലെബനനുമായിട്ട് ഒരു വെടിനിർത്തൽ കരാറുണ്ടാക്കിയത് 2024 അതിനുശേഷം 100 കണക്കിന് തവണയാണ് അവിടെ കയറി ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ കരാറിന് ശേഷം നടന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ലെബനോനിൽ നടന്നിരിക്കുന്നത്. അവിടെ ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആഫ്രിക്കക്കാരിയായിട്ടുള്ള ഒരു വനിതയുണ്ട്, മറ്റു രാജ്യത്തു നിന്നുള്ള ഒരു പുരുഷനുമുണ്ട്. എന്തായാലും 12 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, പാലസ്തീൻ ക്യാമ്പിൽ, ലെബനനിലെ ക്യാമ്പിൽ കയറി നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിലാണ് സിറിയയിൽ IS-ന്റെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. അത് സൈന്യത്തിന് നേരെയാണ്. സിറിയൻ സൈന്യം നേരത്തെ വിമത നേതാവിന്റെ നേതൃത്വത്തിൽ അഹമ്മദ് അൽസറായുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണുള്ളത്. അവിടെ IS ആക്രമണത്തിലും നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഇതിനിടയിൽ ഈ ട്രംപിനെ കുറിച്ച് പറഞ്ഞ കാര്യം, ട്രംപ് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് അറിയില്ല. കോടതി തന്നെ വിധിച്ചിട്ടും ട്രംപ് ആ തരത്തിലൊന്നും പോകാതെ ഇപ്പൊ 15% ഇന്ത്യക്ക് ചുമത്തിയിരിക്കുന്നു, മറ്റു രാജ്യങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നു. ഈ തരത്തിൽ ട്രംപ് കോടതിയെ തന്നെ വെല്ലുവിളിക്കുകയാണ്. US കോൺഗ്രസിനുള്ള അധികാരമാണ് പ്രസിഡന്റ് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത്. ഏകാധിപത്യ ശൈലിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇറാനിലും ലെബനോനിലും മറ്റു രാജ്യങ്ങളിലൊക്കെ നടക്കുന്നതിന് ട്രംപിന് നല്ല പങ്കുണ്ട്. കാരണം ഇസ്രായേൽ ഈ കാണിക്കുന്ന തോന്നിയവാസം, അതിന്റെ പിറകിൽ ട്രംപിന്റെ ശക്തമായിട്ടുള്ള പിന്തുണയുണ്ട്. ട്രംപ് ലോക രാഷ്ട്രീയത്തിൽ ഒരു സീസൺഡ് പൊളിറ്റീഷ്യന്റെ ലെവലിൽ നിന്ന് വിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയാണ്. ലോകരാഷ്ട്രീയത്തിലെ എന്തും ചെയ്യും സുകുമാരന്മാരായി ട്രംപും ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയൊക്കെ മാറുന്നുണ്ട്. നമ്മുടെ അവസ്ഥ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.